പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ രണ്ട് വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് അസമയത്ത് സന്ദേശങ്ങൾ അയച്ചുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതിയിൽ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. തനിക്കെതിരെയുള്ള പോഷ് ആക്ട് പ്രകാരമുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ മുൻ പത്തനംതിട്ട എസ്.പിയും നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ AIGയുമായ VG വിനോദ് കുമാർ IPS സമർപ്പിച്ച ഹർജിയിൽ ഇരകളായ വനിതാ SIമാർക്കായി പ്രമുഖ സീനിയർ അഭിഭാഷക പാർവതി മേനോൻ ഹാജരാകും. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായും അതിക്രമങ്ങൾക്കെതിരെയും നിയമ പോരാട്ടം നടത്തുന്ന അഭിഭാഷക എന്ന നിലയിൽ ശ്രദ്ധേയായ പാർവതി മേനോന്റെ രംഗപ്രവേശം ഈ കേസിനെ കൂടുതൽ ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. വിനോദ് കുമാറിന്റെ റിട്ട് ഹർജിയിൽ 2 ആഴ്ച മുൻപ് ഹൈക്കോടതി വനിതാ SIമാർക്ക് നോട്ടീസ് അയച്ചിരുന്നു. കേസിലെ എതിർകക്ഷികളായി കേരള സർക്കാർ, സംസ്ഥാന പോലീസ് മേധാവി, ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഇന്റേണൽ കംപ്ലയിൻസ് അതോറിറ്റി, പരാതിക്കാരായ 2 വനിതാ SIമാർ എന്നിവരെ 1 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ ചേർത്താണ് IPS ഉദ്യോഗസ്ഥൻ ഹർജി നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഈ പരാതിക്ക് പിന്നിൽ തനിക്കെതിരെ നടന്ന വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് SP VG വിനോദ് കുമാറിന്റെ പ്രധാന വാദം. വനിതാ ഉദ്യോഗസ്ഥർക്ക് താൻ യാതൊരുവിധ മോശം സന്ദേശങ്ങളും അയച്ചിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിൽ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള ആശയവിനിമയങ്ങൾ മാത്രമാണ് നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ പോഷ് ആക്ടിന്റെ പരിധിയിൽ തനിക്കെതിരെ നടക്കുന്ന അന്വേഷണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും വനിതാ SIമാർ ഒരേ ഫോണ്ടിൽ തന്നെ രീതിയിലാണ് പരാതികൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇത് ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവാണെന്നും കാണിച്ച് അദ്ദേഹം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പോക്സോ കേസ് അന്വേഷണ മേൽനോട്ടത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ദക്ഷിണ മേഖല IG നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട SP സ്ഥാനത്തുനിന്ന് വിനോദ് കുമാറിനെ മാറ്റിയതിന് പിന്നാലെയാണ് ഈ പുതിയ പരാതി ഉയർന്നു വന്നത്. അർദ്ധരാത്രിയിൽ SP നിരന്തരം സന്ദേശങ്ങൾ അയക്കുന്നുവെന്ന് കാണിച്ച് പത്തനംതിട്ടയിലെ 2 വനിതാ SIമാരാണ് ആദ്യം രംഗത്ത് വന്നത്. ഈ വിഷയം തങ്ങൾ ഒരു DYSPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അതിനുശേഷം ആ DYSPയെയും SP മാനസികമായി പീഡിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ച് ഇവർ റേഞ്ച് DIG അജിത ബീഗത്തിന് പരാതി നൽകുകയായിരുന്നു. പരാതിക്കാരുടെ മൊഴികളും കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും വിശദമായി പരിശോധിച്ച DIG ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും പോഷ് ആക്ട് പ്രകാരം കർശന നടപടി വേണമെന്ന് DGPക്ക് ശുപാർശ നൽകുകയും ചെയ്തു. DIGയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുടെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ SP മെറിൻ ജോസഫിനോട് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ റിപ്പോർട്ടിൽ മേലുള്ള തുടർ നടപടികൾ തടയണമെന്ന ആവശ്യവുമായി IPS ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചതും കേസിപ്പോൾ നിർണായകമായ നിയമവഴിയിലേക്ക് മാറിയത്.